നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. അത്തം നാളുകാർക്ക് പുതുവർഷ ആരംഭം പൊതുവെ ഗുണകരമാണ്. 11-ലാണ് വ്യാഴം. ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ശരിയായി ശ്രദ്ധിച്ചു പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ആ സ്വയം തൊഴിൽ മേഖലയെ കൂടുതൽ വികസിപ്പിച്ചു കൊണ്ടുവരാനും അങ്ങനെ നല്ല ഉയർച്ചയും പുരോഗതിയും അതിലൂടെ കൈവരിക്കാനും നിങ്ങൾക്ക് കഴിയും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ലാഭകരമായി ബിസിനസ് മുമ്പോട്ട് നീക്കുവാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വികസിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരം ഉണ്ടാകും. ജീവിതത്തിൽ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കും. ശരിയായി പഠിച്ച് തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ ആ നൂതനമായ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ വലിയ പുരോഗതി കൈവരിക്കാൻ നിങ്ങളെക്കൊണ്ട് അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യമാണ് വികസിക്കാൻ പോകുന്നത്. കരുതലോടെ വേണ്ടത് ചെയ്യുക. കുട്ടികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയോടെ പരിശ്രമിക്കണം. അല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടാവുകയില്ല. ഉപരിപഠന കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. ഔദ്യോഗിക മേഖലയിൽ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്നവർ കരുതലോടെ തീരുമാനങ്ങൾ എടുക്കണം. പഠന മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരും സുപ്രധാന കാര്യങ്ങളിൽ വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളാണ് കാണുന്നത്. കൂടുതൽ അവസരങ്ങളും സാമ്പത്തിക ഉയർച്ചയും പുരോഗതിയും നിങ്ങളിലേക്ക് വന്നു ചേരും. കാർഷിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ പുതുവർഷ ആരംഭത്തിൽ അത് പൂർത്തിയാക്കി താമസിക്കാൻ അവസരം ലഭിക്കും. ഈ പുതുവർഷ ആരംഭത്തിൽ ഗൃഹനിർമ്മാണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനവസരം ഉണ്ടാകും. എന്നാൽ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചു പരിശ്രമിക്കണം. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്താണ്? 7-ൽ ശനിയാണ് നിൽക്കുന്നത്. ബിസിനസ് രംഗത്ത് പണമിറക്കുമ്പോഴും ഗൃഹനിർമ്മാണ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ പണം മുടക്കുമ്പോഴും വസ്തു വാഹനം തുടങ്ങിയ വാങ്ങുവാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം സാമ്പത്തിക നഷ്ടങ്ങളോ പാഴ്ചെലവുകളോ ഒഴിവാക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധ നൽകേണ്ടതാണ്. അത്തം നാളുകാർക്ക് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും ശാന്തതയോടെ ഇടപെടുക. വിവാഹ ആലോചനകളിൽ കാലതാമസം ഉണ്ടായേക്കാം. നിങ്ങൾ വിചാരിക്കുന്നത്ര വേഗതയിൽ നടക്കണമെന്നില്ല. എങ്കിലും പരിശ്രമം തുടരേണ്ടതാണ്. കുട്ടികൾ വിദേശ പഠനത്തിനു വേണ്ടി പോകാൻ പരിശ്രമിക്കുമ്പോൾ കുറെ കൂടി ശ്രദ്ധ വെക്കണം. നിങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കണം. ഈ ഉപരിപഠന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വിദേശ പഠന കാര്യങ്ങളിൽ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ പിന്നീട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ പൊതുവെ സാധാരണക്കാർക്ക് അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ നല്ലതുപോലെ ഉണ്ടായിരിക്കുക. ഉദര സംബന്ധമോ നാഡീ സംബന്ധമോ ആയ വൈഷമ്യങ്ങൾ, തലവേദന, പകർച്ച സംബന്ധമായ പനികൾ ഇതൊക്കെ വരാവുന്നതാണ്. ശ്രദ്ധിച്ചാൽ മതി. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും വർദ്ധിപ്പിക്കുന്ന അന്തരീക്ഷം ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒഴിവാക്കുക.
നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വേണ്ട ആരാധനകൾ നടത്തുക. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത നടത്തി ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക.